പതിവ് പോലെ ഇഫാൻ്റെയും യാൻ്റെയും സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ സ്കൂൾ ലൈഫും കാണിച്ചുകൊണ്ടാണ്. ഇന്ന് അവരുടെ സ്കൂളിലോട്ട് ഇവരുടെ 2 പേരുടെയും ഗാർഡിയൻസിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഓഫീസിൽ വെച്ചിട്ട് അവരുടെ സാറ് അവരോട് 2 പേരോടും കുറച്ച് കാര്യങ്ങളായിട്ട് സംസാരിക്കുന്നു. അതായത് ഇഫാന് വേണ്ടിയിട്ട് യാന് ഒരു പയ്യനെ അടിച്ച് സൂപ്പാക്കിയിട്ടുണ്ട്. എന്നിട്ട് പറയും, ഓൾറെഡി ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തതാണ്. അവൻ്റെ പാരൻസിനെ വിളിച്ച് ഞങ്ങൾ ക്ഷമയൊക്കെ ഇവനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പക്ഷേ അത് മാത്രം പോരല്ലോ, നിങ്ങളെയും കൂടി അറിയിക്കണമല്ലോ. എന്നിട്ട് പറയുന്നു, എനിക്ക് തോന്നുന്നത് ഇത് ഇഫാന് വേണ്ടി ചെയ്യാനുള്ള കാരണം ഇവർ 2 പേരും പരസ്പര ഇഷ്ടത്തിലാണെന്നും എനിക്കൊരു സംശയമുണ്ടെന്നൊക്കെ പറയുന്നു. അത് കേട്ടതും ഇവിടെ ഇഫാൻ ആകെ ഒന്ന് ഞെട്ടുകയാണ്. അതിന് ഞാൻ അത് തിരുത്തിക്കൊണ്ട് പറയും, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലല്ല, ആക്ച്വലി എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടം 1 സൈഡ് മാത്രമാണെന്ന് പറയുന്നു. എന്നാൽ ഇവിടെ ഇഫാൻ്റെ ഗാർഡിയൻസ്, അതായത് ആൻറ്റിയും അങ്കിളുമാണ് അവളുടെ ഗാർഡിയൻസ്, അവർ ഇവളെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. സാറാണെങ്കിൽ പറയും, റൊമാൻസൊക്കെ ഓക്കെ, പക്ഷേ അത് അതിൻ്റേതായിട്ട് സമയത്ത് മതി, ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട പ്രായമാണ്, ഒരുപാട് എക്സാമുകളും ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു ടൈമാണ് ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്നും ശ്രദ്ധ മാറിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. ശേഷം ഇഫാൻ്റെ ഗാർഡിയൻസിനോടായിട്ട് പറയും, നിങ്ങൾ ഇവളെ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഇവള് പെൺകുട്ടിയാണ്, അവനെ പോലെയല്ല എന്നൊക്കെ പറയുന്നു. അത് കേട്ടതും ഇവിടെ ഈ ആൻറ്റിക്ക് പിന്നെ ദേഷ്യം കൂടാതിരിക്കുമോ. എന്നിട്ട് അവരുടെ ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സാറ് അടുത്ത ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയം ഇവർ തനിച്ചാകുന്നു. എന്നാൽ ഇഫാൻ്റെ ഗാർഡിയൻസ് അവളെ ഇതൊക്കെ കേട്ടിട്ട് അടിക്കുക തൊഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. യാൻ്റെതാണെങ്കിലോ അവരിങ്ങനെ പുറത്ത് വന്നിട്ട് ഇവിടെ അച്ഛൻ അവനെ നന്നായിട്ട് വഴക്ക് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്മ പറയും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്ക് പറയുന്നത്, നിങ്ങൾ ഇത്ര റഫാകേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. ആക്ച്വലി അച്ഛന് ഇവനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ, അത് ആക്ടിങ് മാത്രമായിരുന്നു. ശേഷം അച്ഛൻ ചിരിച്ചിട്ട് പറയും, ഏതായാലും നിൻ്റെ സെലക്ഷൻ കൊള്ളാം, ഞാൻ നിൻ്റെ അമ്മയെ സെലക്ട് ചെയ്ത അതേപോലെ തന്നെ നിനക്ക് എൻ്റെ ആ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അതിൽ അമ്മയും കൂട്ടിച്ചേർക്കും, എനിക്കും അവളെ ഭയങ്കര ഇഷ്ടമായി, പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഇത് പ്രണയിച്ച് നടക്കേണ്ട കാലമല്ല, നിങ്ങൾ പഠിക്കണം എന്നും അമ്മ ചെറിയ ഉപദേശം കൊടുക്കുന്നു. എന്നാൽ ഇഫാൻ്റെ ഗാർഡിയൻസ് അവളെ വീണ്ടും തൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയും, ഈ ഒരു മുട്ടയെന്ന് വിരിയുന്നതിന് മുന്നേ തന്നെ നിനക്ക് പ്രണയമൊക്കെ തുടങ്ങിയല്ലേ, അതും ഒരു പണക്കാരനെ, നിനക്ക് നല്ല കൈവശമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നന്നായിട്ട് വഴക്ക് പറയുന്നു. ശേഷം പറയും, നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ്, എന്തായാലും നിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ, നമ്മൾക്ക് ഓൾറെഡി നമ്മളുടെ താമസ സ്ഥലത്തിന് ചെറിയ ഇഷ്യൂ ഉണ്ട്, അപ്പോൾ നീയും ഞങ്ങളുടെ കൂടെ വരിക, എന്നിട്ട് ഇവിടുന്ന് ട്രാൻസ്ഫറായി അവിടെ സ്കൂളിൽ പഠിക്കുക എന്നൊക്കെ പറയുന്നു. എന്നാൽ അതിവിടെ യാന് കേൾക്കുന്നു. എന്നാൽ ഇവിടെ ഇങ്ങനെ അടിക്കുന്നതും തൊഴിക്കുന്നതും എല്ലാം ഇവിടെ യാനിൻ്റെ പാരൻസും കാണുന്നുണ്ട്. ഇനി ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് വീണ്ടും പ്രസന്റ് ലൈഫിലോട്ട് വരാം. ഇപ്പോൾ ഇവിടെ യാനും ഇഫാനും കൂടെ ഒരുമിച്ച് ഒരേ ഫ്ലാറ്റിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 23 ദിവസം കഴിഞ്ഞു. അങ്ങനെ അവൾ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് അവൾക്കൊരു മെസ്സേജ് വരികയാണ്, യാനിൻ്റെ അവൾ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ പിസ്സ കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ട്. അതിൽ ആക്ച്വലി ഇന്നലെ അവന് പറഞ്ഞിരുന്നല്ലോ അവൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ ഇന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി വരുമെന്ന്. അതിൽ ഇവൾ ഇത് അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കുമെന്നും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇവൾ ഈ ഒരു മെസ്സേജ് കണ്ടിട്ട് മനസ്സിൽ വിചാരിക്കും, ഞാനെന്തിനാ അവർക്ക് പിസ്സ വാങ്ങിക്കൊണ്ടു കൊടുക്കുന്നത്, പിന്നെ അത് മാത്രമല്ല നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് ഇവരിങ്ങനെ ഫാസ്റ്റ് ഫുഡാണോ കഴിക്കുന്നത്, നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ എന്നൊക്കെ പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് അടുത്ത മെസ്സേജും കൂടി വരും, ഫ്ലേവർ ഇവൾ തന്നെ ചൂസ് ചെയ്യണം എന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഇവൾ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ പിസ്സയും കൊണ്ടാണ് പോകുന്നത്. എന്നാൽ ഡോറ് തുറക്കുന്നതോ അതൊരു പെൺകുട്ടിയാണ്. അത് മറ്റാരുമല്ല, ഇവിടെ യാൻ്റെ സിസ്റ്റർ. ആ സിസ്റ്ററാണ് ഇന്ന് അവിടെ ഗസ്റ്റായിട്ട് വരുന്നത്. അങ്ങനെ യാന് അവളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഇതാണ് എൻ്റെ റൂംമേറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ സിസ്റ്റർ പറയുന്നുണ്ട്, നിൻ്റെ റൂംമേറ്റ് ഒരു ഗേളാണോ, അപ്പോൾ നിങ്ങൾ ഇവിടെ ലിവിങ് ടുഗദർ ആണോ എന്നൊക്കെ ഇങ്ങനെ അവൾ സംശയം കൊണ്ട് ചോദിക്കുമ്പോൾ ഇവർ 2 പേരും ഒരുമിച്ച് പറയും, അല്ലല്ല ഞങ്ങൾ 2 റൂമിലാണ് താമസിക്കുന്നതെന്ന്. അതിൽ ഈ സിസ്റ്റർ പറയും, ശരിയായിരിക്കും, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എൻ്റെ ബ്രദറാണെങ്കിൽ നല്ല അഗ്ലി കോലമാണ്, നിങ്ങൾ ഒരിക്കലും മാച്ച് ആകില്ല എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ മോക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഇഫാന് കൊണ്ടുവന്ന പിസ്സ അവൾ അവിടെ വെക്കുകയാണ്. അതിൽ ഈ സിസ്റ്റർ പറയുന്നുണ്ട്, എന്തായാലും ഒന്ന് സമാധാനത്തിൽ കഴിക്കാം, വീട്ടിലാകുമ്പോൾ അച്ഛനും അമ്മയും ഇത് കഴിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ അവളുടെ ഇഷ്ടത്തിന് അങ്ങനെ അവൾ ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ശേഷം സിസ്റ്റർ പറയും, അത് മാത്രമല്ല വീട്ടിലാണെങ്കിൽ ആരുമില്ല, ഭയങ്കര ബോറടി, ഇവനാണെങ്കിൽ അങ്ങോട്ട് വരാറേ ഇല്ല, പിന്നെ അച്ഛനും അമ്മയും അത് വേറെയും ബിസി, ഞാൻ തനിയെ ഒരു ലോകത്ത് എന്ന് പറയുമ്പോൾ ഇവൾ ചോദിക്കുകയാണ്, അപ്പോൾ റിലേറ്റീവ്സോ, ഇവന് റിലേറ്റീവ്സ് ഉണ്ടെന്നും പറഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിൽ സിസ്റ്റർ പറയും, ഒരു റിലേറ്റീവ്സും ഇന്നൊരു പരിപാടി ഏറ്റുപോലും വന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ സങ്കടം പറയുകയാണ്. അത് കേട്ടപ്പോൾ ഇവിടെ ഇഫാന് മനസ്സിലായി, ഞാൻ ഇന്നലെ പറഞ്ഞത് അത് കള്ളമായിരുന്നു, തൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് അവനിങ്ങനെ നോക്കി നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട്
കേട്ട് ഇവിടെ സിസ്റ്റർ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണോ പണ്ട്? നിങ്ങളെ കണ്ടിട്ട് എനിക്ക് നല്ല പരിചയം തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇഫാൻ ഓർമ്മിപ്പിക്കുകയാണ്, അതെ നമ്മൾ തമ്മിൽ ഒരിക്കൽ സ്കൂൾ ടൈമിൽ കണ്ടിട്ടുണ്ട്, നീ ഓർക്കുന്നില്ലേ? അന്ന് നിന്റെ ബ്രദറിനെ കാണാതായിട്ട് നീ ഒരു സ്ഥലത്തിരുന്ന് കരയുമ്പോൾ ഞാൻ നിന്നെ അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇവൾ പറയും, അത് ആക്ച്വലി ഒരു അഭിനയമായിരുന്നു, അത് ഞാനും എൻ്റെ ബ്രദറും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. എന്നിട്ട് ആ ഒരു സ്റ്റോറി കാണിക്കുകയാണ്. അതായത് ഈ സിസ്റ്ററിനെ അവന് നേരത്തെ തന്നെ തൻ്റെ സ്കൂളിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് അവൾ നിർത്തും. എന്നിട്ട് ഇഫാൻ വരുന്നത് വരെ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അവൾ വന്നെന്ന് കണ്ടതും ഇവിടെ ഞാൻ ഒരു സ്ഥലത്ത് ഒളിച്ചു നിന്നിട്ട് ഇവളോട് കരയാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഇവൾ കരയുമ്പോൾ ഇവിടെ ഇഫാൻ കാണും. കാര്യം ചോദിക്കുമ്പോൾ പറയും, തൻ്റെ ബ്രദറിനെ കാണാനില്ല, അവനെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ആസ് യൂഷ്വൽ ഇവൾ സഹായിക്കുകയാണ്. അതിൽ ഇവൾ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ബ്രദർ കാണാൻ എങ്ങനെയാണ്, അവന് നമ്പർ ഉണ്ടോ എന്നൊക്കെ. അതിൽ സിസ്റ്റർ പറയും, അവൻ്റെ നമ്പർ ഒന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അവനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇവർ തെരഞ്ഞ് അവസാനം ഞാൻ ഇവരുടെ മുന്നിൽ തന്നെ വന്ന് അങ്ങോട്ട് പ്രത്യക്ഷപ്പെടും. സിസ്റ്റർ ആണെങ്കിൽ അവനെ കണ്ടിട്ട് ഇതാണ് എൻ്റെ ബ്രദർ എന്ന് പറയും. എന്നാൽ ഞാൻ ഇവരെ അപ്പോൾ കാണുന്നത് പോലെ പറയും, ഓ എന്തൊരു യാദൃശ്ചികമായിട്ടാണല്ലേ നമ്മൾ കണ്ടത് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഇവിടെ ആ ഒരു സിസ്റ്റർ അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറയും. എന്നാൽ ഇഫാൻ ആണെങ്കിൽ ഇവളെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം ക്ലാസ്സിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ ഞാൻ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ് ആ ഐസ്ക്രീം കഴിക്കാൻ ഇവളെ നിർബന്ധിച്ച് വിളിക്കാൻ. അതിൽ പിന്നെ ഇവളെ നിർബന്ധിച്ച് അവളെയും കൂട്ടുന്നു. അങ്ങനെ ഇവർ 3 പേരും കൂടാണ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ അതിന് ഇത്രയും വലിയൊരു അഭിനയത്തിന് അവൾക്ക് പാരിതോഷികമായിട്ട് കിട്ടുന്നത് കുറച്ച് ക്യാൻഡീസാണ്. ഇത് ഓൾറെഡി ഇവർ ഡിസൈഡ് ചെയ്തതായിരുന്നു, ഇങ്ങനെയൊക്കെ അഭിനയിച്ചാൽ ആ ക്യാൻഡീസ് കിട്ടുമെന്ന്. അതിനു വേണ്ടിയിട്ടാണ് അവൾ ഇത്രയും അഭിനയിച്ചത്. അങ്ങനെ ആ കഥകളും ഇവിടെ പറയാൻ തുടങ്ങുകയാണല്ലോ ഈ സിസ്റ്റർ. അത് കേട്ടതും ഇവിടെ ഞാൻ ഭയങ്കര ഷെയിമാകും. ഞാനല്ല അത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ സംസാരിക്കുന്നത് എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവൾ അത് മുഴുവനാക്കി പറയും. അതിൽ ഞാൻ പറയും, ഇനി മതി സംസാരിച്ചത്, നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറയുന്നു. അതിൽ ഇഫാന് പറയും, നിങ്ങൾ കഴിച്ചോ, എനിക്ക് വിശപ്പില്ല, മാത്രമല്ല എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടെന്നും പറഞ്ഞിട്ട് അവളുടെ റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ പിസ്സൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം രാത്രി ഡിന്നർ ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണ്. എന്നാൽ ഞാൻ ഉണ്ടാക്കിയ ആ ഭക്ഷണം ഇഫാനും കഴിക്കാൻ അവനക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്നാൽ അവനെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് വിളിക്കുന്നില്ല, പകരം ഭക്ഷണം റെഡിയാണ് എന്ന് വെറുതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അതെല്ലാം ഇവിടെ ഇഫാൻ കേൾക്കുന്നുമുണ്ട്. അത് കേട്ട് സിസ്റ്റർ പറയും, എന്തൊരു ജാടയാണ്, നേരിട്ട് അങ്ങോട്ട് വിളിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കുമ്പോൾ ഇവൻ പറയും, നീ നിൻ്റെ അമ്മയെ പോലെ തന്നെയാണ്, ഒരു വാ തോരാതെ ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്, നിനക്ക് വേണമെങ്കിൽ പോയി വിളിച്ചോ എന്ന് പറയുന്നു. ആക്ച്വലി ഇവനക്ക് അവൾ ഇവിടെ വേണമല്ലോ, പക്ഷേ അവന് കാരണമായിരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഇവളുടെ തലയിലോട്ടിടാണ്. അതിൽ അവൾ പറയും, നിനക്ക് അവളെ വിളിക്കണ്ടല്ലോ എന്നാൽ എനിക്കും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഫുഡ് ഒറ്റയ്ക്കിരുന്ന് കഴിക്കാനുള്ള പ്ലാനാണ്. അതിൽ പിന്നെ ഞാൻ ദേഷ്യം പിടിച്ചിട്ട് അവളോട് വേഗം പോയി അവൾ വിളിച്ചിട്ട് വാ എന്ന് ആക്ഷൻ ഇടും. അതിൽ പിന്നെ അവസാനം ഈ സിസ്റ്റർ പോയിട്ട് അവളെ വിളിക്കുകയാണ്. എന്നാൽ അവൾ വരുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ ഈ സിസ്റ്റർ പറയും, ഞാനും അവനും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു ഫണ്ണും ഉണ്ടാകില്ല, വെറുതെ ഞങ്ങളിങ്ങനെ കശപ്പിച്ച് കൂടിക്കൊണ്ടിരിക്കും, നിങ്ങളും കൂടെ വാ എന്നും പറഞ്ഞ് നിർബന്ധിക്കും. അങ്ങനെ പിന്നെ ഇഫാനും കൂടി അവരുടെ ആ ഒരു ഡിന്നറിലോട്ട് ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ വീണ്ടും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവളുടെ പഠിത്തമായി ഇവരുടെ ടോപ്പിക്ക്. ഇവളാണെങ്കിൽ ഇപ്പോൾ എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സിലബസും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇവളോട് ചോദിക്കും, എനിക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ പോകാനാണ് താല്പര്യമെന്ന്. അതിൽ ഈ സിസ്റ്റർ പറയും, എനിക്ക് 2 ചോയ്സ് ഉണ്ട്, ഒന്ന് നാവി യൂണിവേഴ്സിറ്റിയും പിന്നെ ഒന്ന് ഇഹേ യൂണിവേഴ്സിറ്റിയും, ഇതിൽ ഏതാ ബെറ്റർ എന്ന് ചോദിക്കുന്നു. എന്നാൽ അത് കേട്ട് ഇവിടെ ഇഫാൻ ഒന്ന് ഞെട്ടിയിട്ട് യാനെ നോക്കിക്കൊണ്ട് ഒരു മറുപടി കൊടുക്കും, 2 യൂണിവേഴ്സിറ്റിയും 2 പോലെയാണ്. എന്നിട്ട് 2ൻ്റെയും പ്രത്യേകതകൾ ഇങ്ങനെ പറയുന്നു. അതിൽ ഇവൾ ചോദിക്കും, നിങ്ങൾ എവിടെയാണ് പഠിച്ചതെന്ന്. അതിൽ ഇഹേ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നു. അതെല്ലാം ഇവിടെ അവനിങ്ങനെ കേൾക്കുന്നുണ്ട്. അവൻ്റെ ഒരു ട്രോമയാണല്ലോ ഇവൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തത്. ശേഷം ഈ സിസ്റ്റർ പറയും, നിങ്ങൾക്ക് നല്ല മാർക്കുണ്ടെന്നായിരുന്നല്ലോ ഞാൻ അറിഞ്ഞത്, പിന്നെ എന്താ നിങ്ങൾ നാവി യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ആകെ ഒന്ന് സ്റ്റക്കായിട്ട് ഇവിടെ ഞാൻ നോക്കുന്നു. അതിൽ ഞാനും പറയും, പറ അവൾ ചോദിച്ചതിന് ആൻസർ പറയാം. ആക്ച്വലി എനിക്കും ആ ഒരു ആൻസർ കേൾക്കാൻ നല്ല ആഗ്രഹമുണ്ട്, എനിക്കും അറിയില്ലല്ലോ നിനക്ക് എന്താ പിന്നീട് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഇവിടെ ഇഫാന് വീണ്ടും ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു, ഞാൻ അതിൻ്റെ ഒരു കട്ട് ഓഫ് മാർക്ക് എനിക്ക് അത് മിസ്റ്റേക്കിൽ പറ്റിപ്പോയതാണ്, ഞാൻ അറിയാതെ ഹിയ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുണ്ട് കളിക്കുകയാണ്. എന്നാൽ അതിവിടെ കള്ളത്തരമാണെന്ന് ഞാൻ അറിയാം. ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. അവന് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചത് നിർത്തിയിട്ട് അവന് വിശപ്പ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എന്നാൽ അവന് പോയി കഴിഞ്ഞപ്പോഴും ഇവളുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടില്ല. ഈ സിസ്റ്റർ അടുത്ത് ചോദിക്കും, നിങ്ങൾ 2 പേരും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലവേഴ്സ് ആയിരുന്നു എന്ന്. അത് കേട്ടതും ഇഫാൻ ഒന്ന് ഞെട്ടിയിട്ട് അല്ല എന്ന് പറയും. അല്ലേ, നിങ്ങൾ തമ്മിൽ ലവേഴ്സ് ആണെന്നായിരുന്നല്ലോ എൻ്റെ പാരൻസ് പറഞ്ഞിരുന്നത്. എൻ്റെ പാരൻസ് എപ്പോഴും നിങ്ങളെപ്പറ്റി ഒരുപാട് സംസാരിക്കുമായിരുന്നു, പിന്നെ ബ്രദറും നന്നായിട്ട് സംസാരിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതിൽ പിന്നെ ഞാൻ ഇവളുടെ ആ ഒരു ടോപ്പിക്ക് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മതി കഴിച്ചത്, വേഗം ഇറങ്ങാൻ നോക്ക്, അച്ഛനും അമ്മയും ടെൻഷനാകും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അവളെ എഴുന്നേൽപ്പിക്കാനുള്ള പരിപാടി.
പരിപാടിയാണ്. എന്നാൽ അവളാണെങ്കിലോ ഞാൻ ഫുള്ള് കഴിച്ചിട്ടേ വരൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് മുഴുവൻ കഴിക്കാനും ശ്രമിക്കുകയാണ്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഇവളെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അതിൽ ഇവൾ ഒരുപാട് ഉപദേശങ്ങളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചേച്ചിയോട് നല്ല സ്ട്രോങ് ആയിട്ടാണ് സംസാരിക്കുന്നത്, ഇങ്ങനത്തെ ആണുങ്ങളെയൊന്നും പെൺകുട്ടികൾക്ക് തീരെ ഇഷ്ടമാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ തരത്തിൽ ഒരു ഉപദേശം. എന്നിട്ട് അവൾ ഒരു കാര്യം കൂടി പറയും. ചേച്ചി എന്നോട് ചോദിച്ചു നിങ്ങൾ വേറെ ഇതില്ലാതെ കഫേ അല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ എന്ന്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ജോലിയായിരുന്നു മുമ്പ്, നല്ല സാലറിയും നല്ല ആനുകൂല്യങ്ങളൊക്കെ ഉള്ള ജോലി. എന്നാൽ പെട്ടെന്നൊരു ദിവസം അത് റിസൈൻ ചെയ്തിട്ട് ഒരു കഫേ തുടങ്ങിയായിരുന്നു എന്നതിനെ പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവിടെ ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ സിസ്റ്ററിനെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്ത് എന്നിട്ട് അവർ വീട്ടിലോട്ട് ഒന്ന് കയറി പോലും നോക്കാതെ വേഗം യൂട്ടേൺ എടുത്തിട്ട് തിരിച്ച് അവരുടെ ആ റൂമിലോട്ട് തന്നെ വരികയാണ്. എന്നിട്ട് ഈ ഒരു കാര്യത്തിനെ പറ്റി അവനക്ക് കൂടുതലായിട്ട് അവളോട് ചോദിച്ചറിയണം. എന്നാൽ അവനാണെങ്കിലോ ആ ഒരു ധൃതിപ്പെട്ട് വന്നതെല്ലാം വേസ്റ്റായി. അവളെ കാണുന്നില്ല. അവൾ എപ്പോഴോ റൂമിൽ കയറി വാതിൽ അടച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവന് വന്നത് അറിയിച്ചിട്ട് ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ആ റൂമിൽ നിന്നും ഒരു അനക്കവുമില്ല. അങ്ങനെ ഇവനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് പുറത്ത് നല്ല ഫയർ വർക്ക് നടക്കുന്നത്. അങ്ങനെ അവനത് കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് അവളുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നും അവൾ ഓൾറെഡി അതവിടെ നിന്ന് കണ്ട് ആസ്വദിക്കുന്നുണ്ട്. അതിലിവനെ കണ്ടപ്പോൾ ഇവൾ പെട്ടെന്ന് പറയും, ഞാനും എൻ്റെ അച്ഛനും കൂടി എത്ര എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫയർ വർക്ക് ഇങ്ങനെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഓരോ ഓർമ്മകളൊക്കെ ഇങ്ങനെ വെറുതെ ഇവനോട് ഇങ്ങനെ പറയുകയാണ്. ഇനി അങ്ങനെ ദിവസങ്ങളെല്ലാം കുറച്ചുകൂടെ കടന്നുപോയി. ഇവിടെ ഇഫാൻ്റെ ഫ്രണ്ടിനെ ഒരു രംഗം കാണാം. ഇഫാൻ്റെ ഫ്രണ്ടും ഇവനും കൂടി കാമുകന്മാരായിട്ട് അഭിനയിക്കാനുള്ള സ്റ്റാർട്ടിങ് ആയി. ഇവിടെ ഈ ഹോൻ്റെ ഗ്രാൻഡ് പാരൻസ് എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ പോകുമ്പോൾ ഹോനാണെങ്കിൽ ഇവളിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവർ പേര് ചോദിക്കുമ്പോൾ ഇവളുടെ ഒറിജിനൽ പേര് പറയരുത്, ഇവളുടെ ബ്രേക്കപ്പ് ആയി പോയ ആ ഗേൾ ഫ്രണ്ടിൻ്റെ പേര് ലിൻ എന്നാണ്, അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ഒരു റിസർച്ച് വരെ നടത്തിയിട്ടുണ്ട്. എവിടുന്നാണ് കണ്ടത്, എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ഗിഫ്റ്റാണ് കൊടുത്തത് എന്നൊക്കെ ഒരുപാട് റിസർച്ചൊക്കെ നടത്തിയിട്ട് അതെല്ലാം ഇവിടെ ഒരു എക്സാമിന് പോകുന്നത് പോലെ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവരുടെ ആ ഒരു ഗ്രാൻഡ് പാരൻസിനെ കാണുന്ന ആ ഒരു ചടങ്ങെത്തി. ഗ്രാൻഡ് മദർ ആണെങ്കിൽ ഈ ഫ്രണ്ടിനെ അവരുടെ അടുത്ത് തന്നെ ഇരുത്തും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ ഗ്രാൻഡ് ഫാദറുമായിട്ട് വഴക്കല്ലേ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ആക്ച്വലി ഈ ഒരു പരിപാടിക്ക് വന്നത് ഗ്രാൻഡ് മദറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് കൂടിയല്ലോ. എന്നാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും അങ്ങോട്ടും മിണ്ടുന്നില്ല, ഒരു ഈഗോ പ്രശ്നം. ഗ്രാൻഡ് മദർ ആണെങ്കിൽ ആ മുത്തശ്ശനെ അവരുടെ അടുത്ത് ഇരുത്താനൊന്നും സമ്മതിക്കുന്നില്ല. എന്നാൽ അത് മനസ്സിലാക്കിയ ഇവിടെ ഇഫാൻ്റെ ഫ്രണ്ട് ഇവനോട് ഇങ്ങനെ ആക്ഷൻ കാണിക്കും, ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട്. അങ്ങനെ അവന് പോയിട്ട് വിളിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് സത്യം പറഞ്ഞാൽ ഗ്രാൻഡ്മാക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഇന്ന് നിങ്ങൾ വന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നത് അവൾക്ക് ഹാപ്പി ആകുമല്ലോ, കാരണം നിൻ്റെ ഗേൾ ഫ്രണ്ട് വരുന്ന ദിവസമല്ലേ, അവൾ ഹാപ്പി ആയിരിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ വീണ്ടും ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അതിൽ ഗ്രാൻഡ് ഫാദർ പറയും, നീ ഇതുവരെ ഞങ്ങൾക്ക് ഇവളെ ഒന്ന് മര്യാദയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടില്ലല്ലോ, നീ പറഞ്ഞു താ എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ ഹോന് ഒഫീഷ്യലായിട്ട് ഇവളെ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അതും ഇവളുടെ ഒറിജിനൽ നെയിം അങ്ങോട്ട് പറഞ്ഞിട്ട്. അതുവരെ ഇവനായിരുന്നല്ലോ ലിന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഇവളെ കൊണ്ടുവന്നത് ആക്ച്വലി അവൻ്റെ ആ ഒരു പഴയ ഗേൾ ഫ്രണ്ടിനെ. എന്നാൽ അവന് തന്നെ ഇവളുടെ ഒറിജിനൽ നെയിം അങ്ങോട്ട് പറയും. അതിൽ ഇവർ രണ്ടുപേരും ഞെട്ടി. പിന്നെ ആ ഒരു പേര് മാറ്റണമല്ലോ, അതിനു വേണ്ടിയിട്ട് പറയും അതൊരു ബ്രിഡ്ജിൻ്റെ പേരാണ്, എന്നിട്ട് അതിൻ്റെ അടുത്താണ് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് മെഴുകി റെഡിയൊക്കെയാണ്. എന്നാൽ അപ്പോൾ തന്നെ ആ ഗ്രാൻഡ് മദർക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ പിന്നെ ഗ്രാൻഡ് മദർ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. ശേഷം എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഇവൾക്ക് നല്ല സ്പൈസി ഫുഡാണ് ഇഷ്ടമെന്ന് ഇവനോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് പണ്ടത്തെ ഗേൾഫ്രണ്ടിൻ്റെ കാര്യം. എന്നിട്ട് ഒന്നുകൂടെ സ്പൈസി ആക്കിക്കൊണ്ട് ഇവർക്ക് അങ്ങോട്ട് വിളമ്പി കൊടുക്കും. ഇവളാണെങ്കിൽ അത് വായിലിട്ടതേ ഓർമ്മയുള്ളൂ. എരിഞ്ഞിട്ട് അവൾ ഭയങ്കര കരച്ചിലൊക്കെ തുടങ്ങി. അതിൽ ഗ്രാൻഡ് ഫാദർ പറയും, അപ്പോൾ നിനക്ക് സ്പൈസി ഇഷ്ടമല്ലേ, അതിനാണല്ലോ ഞാൻ ഇട്ടതെന്നൊക്കെ പറയുന്നു. അപ്പോഴും ഈ മുത്തശ്ശിക്ക് നല്ല സംശയമായി. പിന്നെ മുത്തശ്ശി ഇവളെ ഒന്ന് അറിഞ്ഞിട്ട് തൻ്റെ കാര്യം എന്ന രീതിയിൽ ഇവളെയും കൊണ്ട് മുത്തശ്ശിയുടെ കാറ് കഴുകാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ ഇവളോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറയും. എന്നാൽ ഇവളിങ്ങനെ മുത്തശ്ശി കഴുകുന്നത് കണ്ടിട്ട് ഞാൻ ഹെൽപ്പാക്കി തരാമെന്നും പറഞ്ഞിട്ട് അവളുടെ ഡ്രസ്സും ചെരുപ്പും എല്ലാം ഊരി നല്ല അടിപൊളി ഒരു ക്ലീനർ മാതിരി അങ്ങോട്ട് റെഡിയായി വരികയാണ്. അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതിൽ പിന്നെ മുത്തശ്ശിക്ക്
നല്ല സംശയേ. മുത്തശ്ശി ഇവളെ പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കും, ഞാൻ ഇങ്ങനെയല്ലല്ലോ നിന്നെപ്പറ്റി അറിഞ്ഞത്, നീയോ അവനെ നിൻ്റെ ഒരു ATM മെഷീനായിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണല്ലോ ഞാൻ ഓൾറെഡി നിങ്ങളെപ്പറ്റി അന്വേഷിച്ചിരുന്നു ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് നിർത്തി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവൾ പറയും, അപ്പോൾ അവൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര സ്മാർട്ടാണ്, ആക്ച്വലി ഞങ്ങൾ ഫ്രണ്ട്സാണ്. പിന്നെ മുത്തശ്ശിയുടെ സന്തോഷത്തിന് ഒരു കാര്യം കൂടെ ഉണ്ട്, അവർ തമ്മിൽ ബ്രേക്കപ്പായി. അപ്പോൾ മുത്തശ്ശിയെ മുത്തച്ഛനെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഐഡിയ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെ സംഭവിക്കാനുള്ള ആ ഒരു റീസൺ എല്ലാം ഇവിടെ മുത്തശ്ശിയോട് പറയുകയാണ്. മുത്തശ്ശിക്ക് എന്തോ ആ ഒരു ഗേൾ ഫ്രണ്ട് പോയതിൽ ഭയങ്കര സന്തോഷവും ഇവളെ കിട്ടിയതിന് ഭയങ്കര സന്തോഷവും. അങ്ങനെ പിന്നെ ഇവൾ ശരിക്കുമുള്ള താൻ ആരാണെന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് ഇവളുടെ ആ ഒരു ബിസിനസ് കാർഡും കൊടുക്കും. ആർക്ക് എന്താവശ്യമുണ്ടെങ്കിലും അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, എന്താവശ്യവും ഞാൻ ആ ഒരു സമയത്ത് ഓൺ ദ സ്പോട്ടിൽ വന്ന് റെഡിയാക്കി കൊടുക്കും എന്നും അവളെ തന്നെ ഒന്ന് ആഡ് ചെയ്യുകയാണ്. ഇനി അടുത്തതായി ഇഫാൻ്റെ സ്റ്റോറി. ഇഫാൻ ഇവിടെ പതിവ് പോലെ ഓഫീസിലോട്ട് വന്ന സമയത്ത് സെക്യൂരിറ്റി അവൾക്ക് ഒരു ലെറ്റർ കൊടുക്കുകയാണ്. അങ്ങനെ അവൾ വന്നിട്ട് അതെന്താണെന്ന് വായിക്കുമ്പോൾ അവളുടെ അമ്മ അവൾക്ക് ഈ ഒരു ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ കൈമാറും. ചിലപ്പോൾ ക്യാഷ് ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ അതിനൊരു റെഡ് എൻവലപ്പ് എന്ന് പറയും. അതിൽ ഒരു പ്രത്യേക തരം ക്യാഷും അതിനെ വിഷ് ചെയ്തുകൊണ്ട് കോഡ്സും അങ്ങനെയൊക്കെ ഉണ്ടാകും. അതിനാൽ അവൾ അത് വായിച്ചിട്ട് അവൾക്ക് എന്തോ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും അതിങ്ങനെ നോക്കിക്കൊണ്ട് അവൾ അച്ഛൻ പണ്ട് പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ്. അതായത് മരണക്കിടക്കൽ വെച്ചിട്ട് അച്ഛൻ ഇവളെ ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ അമ്മ എന്ത് ചെയ്താലും അമ്മയുടെ കൂടെ നിൽക്കണം, അമ്മയെ ഒറ്റപ്പെടുത്തരുത് എന്നും പറഞ്ഞിട്ടുണ്ടാകും. അതിൽ പിന്നെ അച്ഛൻ്റെ ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് അവൾ അപ്പോൾ തന്നെ അമ്മക്ക് കോൾ ചെയ്യുകയാണ്. അമ്മയാണെങ്കിൽ അതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇവളുടെ അടുത്ത് നിന്നും ആ ഒരു കോള്. അമ്മ എടുത്ത പാട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അവളോട് ഒരു ദിവസം ഫ്രീ ആകുമ്പോൾ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വരണം എന്ന് പറയുമ്പോൾ അവൾ ഓക്കെ എന്ന് പറയുന്നു. എന്നാൽ ആ ഒരു ഓക്കെയും അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതം. അമ്മ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതായിരുന്നു, ഇന്നേ വരെ അവൾ വന്നിട്ടില്ല. എന്നാൽ ഇവളിങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് അമ്മ പറയും, എന്നാൽ ഇന്ന് തന്നെ വന്നാലോ. അതിൽ ഇവൾ ചോദിക്കും, ഇത്രയും ധൃതിയാണോ, എന്നാൽ പ്ലീസ് ഇന്ന് തന്നെ വാ എന്ന് പറഞ്ഞിട്ട് അമ്മ അവളെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ അവൾ താല്പര്യമില്ലാതെ അച്ഛൻ്റെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അമ്മയുടെ അടുത്തോട്ട് പോകും. അമ്മയാണെങ്കിൽ അവളെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ അവൾക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവൾ ചോദിക്കും അവളുടെ ആ ഒരു സ്റ്റെപ്പ് സിസ്റ്ററും പിന്നെ സ്റ്റെപ്പ് ഫാദറും ഒക്കെ എവിടെയെന്ന്. അതിൽ അമ്മ പറയും അവരിവിടെ ഇല്ല, അവരുടെ ഹോം ടൗണിലോട്ട് പോയെന്ന് പറയുമ്പോൾ ഇഫാന് മനസ്സിലായി അമ്മ എന്തുകൊണ്ടാണ് ഇന്ന് തന്നെ അവളോട് വരാൻ വേണ്ടി നിർബന്ധിച്ചതെന്ന്. അതായത് അവരൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ വിഷമിപ്പിക്കാനൊന്നും ആരുമില്ല. അതുകൊണ്ട് തന്നെ അവൾ പറയുകയും ചെയ്യും അമ്മയോട്, വെറുതെ അല്ലേ ഇന്ന് തന്നെ നിങ്ങൾ എന്നോട് വരാൻ വേണ്ടി പറഞ്ഞതെന്ന്. അതിൽ പിന്നെ അമ്മ ഇങ്ങനെ ഓരോ എക്സ്ക്യൂസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലോട്ടാണ് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഒരു കുഞ്ഞു പയ്യൻ വരുന്നത്. അതിൽ ഇവൾ ആകെ ഞെട്ടിക്കൊണ്ട് ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, ആക്ച്വലി നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് ഇന്നേ വരെ പറയാത്ത ഒരു കാര്യം, ഇത് എൻ്റെ മകനാണ്, എൻ്റെ സ്വന്തം ബ്രദർ. ഞാനിത് നിന്നോട് പറയാത്തതിൽ എനിക്ക് ചില എക്സ്ക്യൂസസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് അവരത് വിവരിക്കാൻ നിൽക്കുമ്പോൾ ഈ പയ്യൻ ഇവളെ കണ്ടിട്ട് ചോദിക്കും ഇതാരാണെന്ന്. അപ്പോൾ ഇഫാന് മനസ്സിലാകും ഇവനോടും തന്നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന്, എന്തുകൊണ്ടോ താൻ ഈ ഒരു ഫാമിലി പെട്ടതല്ല എന്ന രീതിയിലാണ് അമ്മ ഇവളെ ഇങ്ങനെ അകറ്റി നിർത്തിക്കൊണ്ടാണ് വളർത്തുന്നത്. അതാണ് ഇഫാൻ്റെ ആകെയുള്ള പ്രശ്നവും. അമ്മയാണെങ്കിലോ അവനിങ്ങനെ കൊഞ്ചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. തനിക്ക് തൻ്റെ ചൈൽഡ്ഹുഡ് ടൈമിൽ അമ്മ ഇതുപോലൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതെല്ലാം കണ്ടിട്ട് ഇഫാൻ ഇവിടെ ഭയങ്കര വിഷമം വരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിലോട്ടാണ് അടുത്ത ഇടുത്തിയായിട്ട് ഇതാ വരുന്നു ആ ഒരു ആൻറ്റി. പണ്ട് ഇവളെ ഒരുപാട് ഉപദ്രവിച്ചിരുന്ന ആ ആൻറ്റി ഇല്ലേ, ആൻറ്റി ആണെങ്കിൽ ഇവളെ കണ്ടിട്ട് ആരാ ഇപ്പോൾ ഇത്, എത്ര കാലമായി കണ്ടിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തോട്ട് വരുന്നു. ഇവളാണെങ്കിലോ ആൻറ്റിയെ കണ്ടതും ആകെ പേടിച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അതിൽ ഇഫാൻ്റെ അമ്മയും ഇത് കണ്ടിട്ട് അവരെ പിടിച്ചു നിർത്തുമ്പോൾ ഈ ആൻറ്റി പറയും, നീ അങ്ങോട്ട് മാറി നിന്നെ, ഇത് ഞാൻ വളർത്തി എൻ്റെ കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നു. അതിൽ ഇഫാന് ഇവിടെ അമ്മയോട് ചോദിക്കും ഇവരെന്താ ഇവിടെയെന്ന്. അതിൽ അമ്മ പറയും അവർ പെട്ടെന്ന് കയറി വന്നതാണ്, ഞാൻ വിളിച്ചതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ആൻറ്റി പറയും എനിക്കെന്താണെന്നറിയില്ല ഭയങ്കര തലവേദന, നീ എനിക്കൊരു മെഡിസിൻ എടുത്ത് തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ ആ ഒരു സീനിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇഫാനോട് വന്നിട്ട് പറയും, പിന്നല്ലേ നിൻ്റെ കസിനില്ലേ എൻ്റെ മകൻ, അവൻ്റെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷേ ഭയങ്കര കഷ്ടപ്പാടാണ്, അവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു വീട് ഇതുവരെ റെഡി ആയിട്ടില്ല, പിന്നെ നീ നല്ലോണം സമ്പാദിക്കുന്നുണ്ടല്ലോ, പിന്നെ നീ ഒരു പെൺകുട്ടിയാണ്, സിംഗിളാണ്, നിനക്ക് പ്രാരാബ്ദങ്ങളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് ഞങ്ങൾ സഹായിച്ചൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ്. എന്നാൽ പണ്ട് മുതലേ ഇവരുടെ ഐഡിയ ഇതായിരുന്നു, ഇഫാൻ്റെ അടുത്ത് ഈ അമ്മ വട്ടച്ചെലവിന് അയക്കുന്ന പൈസ എല്ലാം ഈ ആൻറ്റി അടിച്ചു മാറ്റും ഓരോന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു രീതി ഇവിടെയും പ്രയോഗിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ ഇഫാന് ഈ സമയം പറയും, അത് നിങ്ങളടുത്ത് തീരെ ക്യാഷില്ലേ, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, എനിക്ക് പരിചയമുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടി എന്ന് പറയുമ്പോൾ
കുറച്ച് ഓൾഡാണ്, എന്നാൽ നിങ്ങളുടെ കുറച്ചും കൂടി ഏജേ ഉണ്ടാകുള്ളൂ. അവരെ ഞാൻ അവനക്ക് പരിചയപ്പെടുത്തി കൊടുത്താലോ, അവനെ കല്യാണം കഴിച്ചാൽ അവർ പിന്നെ അങ്ങോട്ട് സെറ്റിലാകും എന്നൊന്ന് കളിയാക്കി പറയുകയാണ്. അത് കേട്ടതും ഇവിടെ ആൻറ്റിക്ക് ഭയങ്കര ദേഷ്യം വരും. ആൻറ്റി പിന്നെ അങ്ങോട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങും. നീ എന്നെ കളിയാക്കാണോ? നിനക്ക് ആരുമില്ലാത്ത സമയത്ത് ഞങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, സ്വന്തം അമ്മക്ക് പോലും വേണ്ടാത്ത കുട്ടിയായിരുന്നു നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുകയാണ്. അത് കേട്ടതും പിന്നെ ഇഫാൻ ഒരു സമയം പോലും അവിടെ നിന്നില്ല. അവൾ വേഗം ബാഗ് എടുത്തിട്ട് അവൾ പോകാൻ നിൽക്കുമ്പോൾ അമ്മ അവളെ പിടിച്ച് നിർത്തിയിട്ട് പറയും, നീ പോവാണോ, ഞാൻ എനിക്ക് ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവൾ പറയും, എനിക്കിനി ഈ വീട്ടിലോട്ട് വരേ വേണ്ട. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഇങ്ങോട്ട് ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. പക്ഷേ എനിക്കതിന് ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾക്കും എന്നെ ഒരു മോളായിട്ട് കാണാൻ പറ്റില്ല എന്ന് നിങ്ങളും തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അച്ഛൻക്ക് ഇനി മനസ്സിലാകും ഞാൻ എന്തുകൊണ്ടാണ് അച്ഛൻ്റെ ആ വാക്ക് പാലിക്കാത്തതെന്ന്. അച്ഛൻ എന്നോട് ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ എന്നേക്കുമായിട്ട് അവിടെ നിന്നും ഗുഡ് ബൈയും പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെ അച്ഛൻ മരിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഈ കുട്ടി പറയും, എൻ്റെ അച്ഛൻ മരിച്ചിട്ടൊന്നുമില്ലെന്ന്. അതായത് ഇവരുടെ ഇപ്പോഴത്തെ ആ ഒരു ഭർത്താവിനെയാണ് പറയുന്നത്. അതിൽ ആ അമ്മ പെട്ടെന്ന് കുട്ടിയെ അങ്ങോട്ട് സമാധാനിപ്പിക്കും. അവരതല്ല പറയുന്നത്, അവർ വേറെ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഒന്ന് നോക്കിപ്പോലും ഇവളെ ഒന്ന് ശ്രദ്ധിക്കുകയോ ഇവളെ ഒന്ന് കെയർ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ആ കുട്ടീനെ തലോടാൻ വേണ്ടി പോകുന്നു. പണ്ടും അമ്മ ഇങ്ങനെ തന്നെയായിരുന്നു, താൻ മാത്രം വേറൊരു ടീമിൽ പെട്ടതുപോലെയായിരുന്നു അമ്മയുടെ പെരുമാറ്റം. അത് കണ്ടതോടുകൂടി പിന്നെ അവൾ അവിടെ നിന്നില്ല, വേഗം അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഇനി അത് കഴിഞ്ഞ് അവൾ ലേറ്റ് ആയിക്കൊണ്ടാണ് വീട്ടിലെത്തി അവൾ ഭയങ്കര സങ്കടപ്പെട്ട് ഇന്നത്തെ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് സങ്കടപ്പെട്ട് ഇരിക്കുമ്പോഴാണ് പുറത്ത് ഭയങ്കര ഫയർ വർക്ക്സ് കാണുന്നത്. അതിൽ പിന്നെ അവളുടെ മനസ്സൊന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് അവളത് കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ ഫയർ വർക്ക്സ് നടത്തുന്നത് ഇവിടെ യാനെ കണ്ടതും അവൾ പിന്നെ അവരുടെ ആ ഒരു പ്ലേ ഗ്രൗണ്ടിലോട്ട് പോവുകയാണ്. എന്നിട്ട് അവരുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. എന്നിട്ട് അവളുടെ അച്ഛൻ്റെ കൂടെ പണ്ട് കുട്ടിക്കാലത്ത് അവർ ഒരുമിച്ച് കളിച്ചതെല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. പക്ഷേ ഒരു ചെറിയ സീനും കൂടി ഉണ്ട്. ഇങ്ങനെ ഒരു ഫയർ വർക്ക് ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്ത ആ ഒരു സീന് ആക്ച്വലി ഇവിടെ കുറച്ച് പിള്ളേർ അവർ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് അവർ കുറച്ച് ഫയർ വർക്ക്സ് ഒക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ അവരുടെ അടുത്ത് വന്നിട്ട് അവരെ അപ്പോൾ അത് കത്തിക്കാൻ സമ്മതിക്കുന്നില്ല. അവൻ പിടിച്ചു വെക്കുന്നു. ഇഫാൻ വരുന്നത് വരെ അവർ പിടിച്ച് നിർത്തുകയാണ്. ശേഷം എന്നാൽ ഈ കുട്ടികളെങ്ങനെ അത് പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ട് തന്നെ ഇവൻ പറയും, എന്നാൽ ഈ ഒരു പടക്കങ്ങളെല്ലാം ഞാൻ എടുക്കാം, നിങ്ങൾക്ക് ഇതിൻ്റെ എത്രയാണോ ക്യാഷ് ആയത് അതിൻ്റെ ഡബിൾ ഞാൻ പേയും ചെയ്യാം എന്ന് പറയുന്നു. എന്നിട്ട് ഈ കുട്ടികളെ കൺവിൻസ് ചെയ്തിട്ട് അവൾ വരുന്നത് വരെ അവിടെ പിടിച്ച് നിർത്തുകയാണ്. ആ ഒരു സീനും കണ്ടുകൊണ്ട് ഇവിടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.